ഏവർക്കും ഐതിഹ്യ കഥകളിലേക്ക് വീണ്ടും സ്വാഗതം. ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ മംഗലപ്പിള്ളി മൂത്തതും പുന്നയിൽ പണിക്കരും എന്ന കഥയാണ് ഞാനിന്ന് വായിക്കുന്നത്. എൻ്റെ ഈ കഥ ഏറ്റെടുത്തതിൽ നിങ്ങളോടൊക്കെ ഞാൻ നന്ദി പറയുകയാണേ. കുറേ പേരുടെ മെസ്സേജ് വരുന്നുണ്ട്, കമൻ്റായിട്ട് വരുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ എനിക്ക് കഥ പറയാനൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ കിട്ടുന്നത്. എന്തായാലും സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുവാണേ. അപ്പം ഞാൻ കഥ പറയട്ടെ. തിരുവിതാംകൂറിൽ തിരുവല്ല താലൂക്കിൽ ചേർന്ന ആറന്മുള മംഗലപ്പിള്ളി ഇല്ലത്ത് പണ്ട് ജ്യോതിശാസ്ത്ര പാരംഗതനും മഹാവിദ്വാനുമായിട്ട് ഒരു മൂത്തതുണ്ടായിരുന്നു. അദ്ദേഹം കുട്ടമ്പേരൂർ നാലേക്കാട്ടിൽ ഇപ്പോഴുള്ള ശങ്കരനാരായണ പിള്ള അവറുകളുടെ പിതാമഹനും വലിയ വിദ്വാനും പ്രസിദ്ധ ജ്യോത്സ്യനുമായിരുന്ന സമ്പ്രതിപ്പിള്ള അവറുകളുടെ സഹപാഠിയും ആത്മമിത്രവുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം എവിടെയോ പോകും വഴി തൻ്റെ സ്നേഹിതനെ കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് നാലേകാട്ടിൽ കയറി. അപ്പോൾ ഒരു പോറ്റി തനിക്കൊന്ന് വേളി കഴിക്കണമെന്ന് വിചാരിച്ച് പല സ്ത്രീ ജാതകങ്ങളും തൻ്റെ ജാതകവും കൊണ്ട് സമ്പ്രതിപ്പിള്ളയെ കൊണ്ട് നോക്കിക്കാനായി അവിടെ വന്നു കൂടിയിട്ടുണ്ടായിരുന്നു. മൂത്തത് ചെന്ന് കയറിയ ഉടനെ സമ്പ്രതിപ്പിള്ള സബഹുമാനം എഴുന്നേറ്റ് ആസന സൽക്കാരം ചെയ്തിരുത്തി. താനും യഥാസ്ഥാനം ഇരുന്നതിന് ശേഷം രണ്ടുപേരും കുറച്ചുനേരം പരസ്പരം കുശലപ്രശ്നാത്തി സംഭാഷണം ചെയ്തുകൊണ്ടിരുന്നു. അതായത് പരസ്പരം സംസാരിച്ചുകൊണ്ടിരുന്നു എന്ന്. അനന്തരം സമ്പ്രതിപ്പിള്ള പോറ്റിയെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇദ്ദേഹം ഒന്ന് വേളി കഴിക്കണമെന്ന് വിചാരിച്ച് ജാതകങ്ങൾ നോക്കിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. സ്ത്രീ ജാതകങ്ങൾ വളരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇതെല്ലാം പരിശോധിച്ച് ഒന്ന് തിരഞ്ഞെടുക്കുന്നതിനും വളരെ ദിവസം വേണ്ടി വന്നേക്കും. അവിടുന്നായാൽ എളുപ്പമുണ്ടല്ലോ. അതിനാൽ അതൊന്ന് നോക്കി തീർച്ചപ്പെടുത്തി അദ്ദേഹത്തെ അയച്ചേച്ചാൽ എനിക്കും അദ്ദേഹത്തിനും വലിയ സഹായമാകും. പിന്നെ വർത്തമാനങ്ങൾ പറയുന്നതിന് നമുക്ക് മനസ്സിന് സുഖവും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ മൂത്തത് ഓഹോ, ആ ജോലി ഇപ്പോൾ തീർത്തേക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പോറ്റിയുടെ കയ്യിൽ നിന്ന് ജാതകങ്ങളെല്ലാം വാങ്ങി. ആകപ്പാടെ തിരിച്ചും മറിച്ചും ഒന്ന് നോക്കിയിട്ട് ഇത് കൊള്ളുകയില്ല, ഇതും കൊള്ളുകയില്ല എന്നിങ്ങനെ ഓരോ ജാതകവും നോക്കി പറഞ്ഞ് ഒന്നൊന്നായിട്ട് താഴെയിട്ട് ഒടുക്കം ഒരു ജാതകം കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ സ്ത്രീ ജാതകം ശാസ്ത്രപ്രകാരം നോക്കിയാൽ ഇദ്ദേഹത്തിന് നല്ല പോലെ ചേർന്നതായിരിക്കും. പക്ഷേ ഈ കന്യകയെ ഇദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ കിട്ടുകയില്ല എന്നൊരു ദോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. മൂത്തതിൻ്റെ ഈ വാക്ക് കേട്ട് പോറ്റി ആ ജാതകം എവിടുത്തെ പെൺകിടാവിൻ്റെതാണെന്ന് നോക്കിയിട്ട് ജാതകം ചേരുമെങ്കിൽ ഈ കന്യകയെ എനിക്ക് കിട്ടാതിരിക്കുകയില്ല. ആ ഇല്ലക്കാരും ഞങ്ങളും തമ്മിൽ പണ്ടേ തന്നെ ചാർച്ചക്കാരും സ്നേഹിതന്മാരുമാണ് എന്ന് പറഞ്ഞു. ഉടനെ മൂത്തത് പോറ്റിയോട് പറഞ്ഞു, താങ്കൾ പോയി പരീക്ഷിച്ച് നോക്കുക. ഒടുവിൽ ഫലം ഞാൻ പറഞ്ഞതുപോലെ തന്നെയായിരിക്കും. താങ്കൾക്ക് വേറെ ഒരു കന്യകയായിരിക്കും വിവാഹം കഴിക്കാൻ യോഗമുണ്ടായിരിക്കുക. ആ വേളി കൊണ്ട് ഫലമൊന്നുമില്ല താനും. പ്രസവിക്കുന്നതിന് മുമ്പ് ആ സ്ത്രീ മരിച്ചു പോകും. സന്തതി ഉണ്ടാകണമെങ്കിൽ പിന്നെ ഒന്നുകൂടി വേളി കഴിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് പോറ്റിക്ക് ഒട്ടും വിശ്വാസമുണ്ടായില്ല. അദ്ദേഹം ആട്ടെ, ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് ജാതകങ്ങളും എടുത്തുകൊണ്ട് പോയി. കുറച്ചു നേരം സമ്പ്രതിപ്പിള്ളയോട് വർത്തമാനങ്ങളും പറഞ്ഞിരുന്നതിന് ശേഷം യാത്ര പറഞ്ഞ് മൂത്തതും പോയി. പോറ്റി തനിക്ക് നിശ്ചയിക്കപ്പെട്ട പെൺകിടാവിൻ്റെ ഇല്ലത്ത് ചെന്ന് ഉടമസ്ഥന്മാരോട് വിവരം പറയുകയും കന്യക കൊടുക്കാമെന്ന് അവർ സസന്തോഷം സമ്മതിക്കുകയും സ്വജനങ്ങളിൽ ചിലരുടെ മധ്യസ്ഥതയോടുകൂടി സ്ത്രീധനത്തുകയും മറ്റും തീർച്ചപ്പെടുത്തുകയും മുഹൂർത്തം നിശ്ചയിക്കുകയും ചെയ്തു. പെൺകിടാവിൻ്റെ ഇല്ലത്ത് വേളിക്ക് വേണ്ടുന്ന വട്ടങ്ങളൊക്കെ കൂട്ടുകയും ക്രിയാദികൾക്ക് വേണ്ടുന്ന ആളുകളെ ക്ഷണിക്കുകയും മുഹൂർത്ത ദിവസമായപ്പോൾ എല്ലാവരും അവിടെ എത്തുകയും വേളി കഴിക്കാനുള്ള പോറ്റിയും അയനിയൂണ് മുതലായവ കഴിച്ച് സമയത്തിന് ഹാജരാവുകയും ചെയ്തു. അപ്പോൾ അവിടെ കൂടിയിരുന്ന സ്വജനങ്ങൾ തമ്മിൽ എന്തോ കാരണവശാൽ വിചാരിക്കാതെ ഒരു വഴക്കും ശണ്ടയും ഉണ്ടായിത്തീർന്നു. ശണ്ട മുറുകിയപ്പോൾ പോറ്റിമാർ രണ്ട് കക്ഷികളായി പിരിഞ്ഞു. ഒടുക്കം ഒരു കൂട്ടർ ഇയാൾക്ക് പെണ്ണിനെ കൊടുക്കുകയാണെങ്കിൽ ഞങ്ങളിവിടെ ഒന്നിനും കൂടുകയില്ല എന്നും, മറ്റേ കക്ഷികൾ ഇയാൾക്ക് പെണ്ണിനെ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ഞങ്ങളിവിടെ ഒന്നിനും കൂടുകയുമില്ല എന്നുമായി വഴക്ക്. പെണ്ണിൻ്റെ പിതാവ് ഒരു കക്ഷിയിലും ചേരാൻ നിവൃത്തിയില്ലാതെ വല്ലാതെ വിഷമിച്ചു. രണ്ട് കക്ഷിയിലും തൻ്റെ ബന്ധുക്കളും ചാർച്ചക്കാരും പ്രബലന്മാരും മാന്യന്മാരും ഒരുപോലെ ഉണ്ടായിരുന്നു. അതിനാൽ ഒരു കക്ഷിയെയും ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് തൽക്കാലം മനസ്സും ധൈര്യവും ഉണ്ടായിരുന്നില്ല. ഒടുക്കം
അദ്ദേഹം സംഘബലം അധികമുള്ള കക്ഷിയെ സ്വീകരിക്കാമെന്ന് നിശ്ചയിച്ചിട്ട്, നിങ്ങൾ രണ്ടു കൂട്ടക്കാരും ഇങ്ങനെ വാശി പിടിച്ച് വഴക്ക് തുടങ്ങിയാൽ ഞാൻ എന്താണ് വേണ്ടത്? എനിക്ക് പെണ്ണിനെ ഏതു വിധവും കൊടുക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. അതിനുകൂടി നിങ്ങളൊരു നിവൃത്തിമാർഗം പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ഉടനെ ഒരു പോറ്റി, അതിനെക്കുറിച്ച് അങ്ങൊട്ടും വ്യസനിക്കേണ്ട. ഈ കന്യകയെ ഇപ്പോൾ തന്നെ ഞാൻ വിവാഹം കഴിച്ചു കൊള്ളാം. എനിക്ക് സ്ത്രീധനമായി ഒരു കാശ് പോലും തരികയും വേണ്ട. എന്നാലും ഈ പെണ്ണിനെ ഇയാൾക്ക് കൊടുക്കാൻ പാടില്ല. അങ്ങേക്ക് സമ്മതമുണ്ടെങ്കിൽ പറയണം, ഞാൻ ഇപ്പോൾ കുളിച്ചു വന്നേക്കാം എന്ന് പറഞ്ഞു. വേറെ നിവൃത്തിയൊന്നും കാണായികയാൽ അച്ഛൻ പോറ്റി അതിനെ സമ്മതിച്ചു. വേളി കഴിക്കാമെന്ന് പറഞ്ഞ പോറ്റി കുളിച്ചു വരികയും അച്ഛൻ പോറ്റി കന്യാദാനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ പോറ്റി രുക്മിണി സ്വയംവരത്തിലെ ശിശുപാലനെ പോലെ ഏറ്റവും വിഷണ്ണനായി തീർന്നു. അതുകൊണ്ട് മറ്റേ കക്ഷിയിലുള്ള ഒരു പോറ്റി, അങ്ങ് ഇതുകൊണ്ട് ഒട്ടും വ്യസനിക്കേണ്ട. ഈ മുഹൂർത്തത്തിൽ തന്നെ അങ്ങേക്കൊണ്ട് ഞാൻ വേളി കഴിപ്പിക്കാം. എൻ്റെ കൂടെ വന്നോളൂ. എൻ്റെ മകളെ ഞാൻ അങ്ങേക്ക് തരാമെന്ന് നിശ്ചയിച്ചു. ഇവിടെ തരാമെന്ന് പറഞ്ഞതിൽ ഇരട്ടി സ്ത്രീധനം തരാനും ഞാൻ തയ്യാറുണ്ട് എന്ന് പറഞ്ഞു. ഇത് അദ്ദേഹവും സമ്മതിച്ചു. ആ കക്ഷിക്കാരെല്ലാവരും കൂടി ഇറങ്ങി മറ്റേ പോറ്റിയുടെ മഠത്തിലേക്ക് പോവുകയും ആ മുഹൂർത്തത്തിന് തന്നെ 2 സ്ഥലത്തും വേളി നടക്കുകയും ചെയ്തു. ഈ ഭവിഷ്യത് ഫലങ്ങളെല്ലാം മംഗലപ്പിള്ളി മൂത്തത് മുമ്പേ തന്നെ പറഞ്ഞിരുന്നതായിരുന്നുവല്ലോ. എങ്കിലും അപ്പോഴത്തെ വാശിയും വഴക്കും കൊണ്ട് തൽക്കാലം അതൊന്നും ആരും ഓർത്തില്ല. വേളി കഴിഞ്ഞ ശേഷം താൻ ജാതകം നോക്കാനായി ചെന്നപ്പോൾ നാലേക്കാട്ടിൽ വെച്ച് മൂത്തത് പറഞ്ഞതെല്ലാം ആ പോറ്റിക്ക് ഓർമ്മ വരികയും മനസ്സുകൊണ്ട് മൂത്തതിനെ വളരെ ബഹുമാനിക്കുകയും ചെയ്തു. എങ്കിലും ശേഷം കൂടി ഒക്കുമോ എന്നറിയട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം സ്വസ്ഥമായിരുന്നു. 6 മാസം കഴിയുന്നതിന് മുമ്പേ ആ പോറ്റിയുടെ അന്തർജനം മരിച്ചു. അപ്പോൾ മൂത്തത് പറഞ്ഞിരുന്നത് മുഴുവനും ഓർത്തതിനാൽ മൂത്തതിൻ്റെ പ്രശ്നത്തിൽ പോറ്റിക്ക് വളരെ വിശ്വാസമായി. അനന്തരം പോറ്റി ഒന്നുകൂടി വേളി കഴിക്കണമല്ലോ എന്ന് വിചാരിച്ച് വളരെ സ്ത്രീജാതകങ്ങൾ ശേഖരിച്ചു. ഇനി മൂത്തതിനെ കൊണ്ട് തന്നെ ജാതകം നോക്കിച്ച് നിശ്ചയിച്ചിട്ട് വേണം വേളി കഴിക്കാൻ എന്ന് വിചാരിച്ച് പോറ്റി ജാതകങ്ങളും കൊണ്ട് ആറന്മുള മൂത്തതിൻ്റെ ഇല്ലത്തെത്തി. അപ്പോൾ മൂത്തത് അമ്പലത്തിൽ തൊഴാൻ പോയിരിക്കുകയായിരുന്നു. മൂത്തത് തൊഴിലും കഴിഞ്ഞ് ഇല്ലത്ത് ചെന്നപ്പോൾ ജാതകക്കെട്ടുമായി പോറ്റി വന്നിരിക്കുന്നത് കണ്ടിട്ട്, എന്താ, ഞാൻ പറഞ്ഞിരുന്നതൊക്കെ ഒത്തില്ലേ? ഇനി ഒന്ന് വേളി കഴിക്കണമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പോറ്റി പറഞ്ഞു, അങ്ങു പറഞ്ഞിരുന്നത് പോലെ തന്നെ എല്ലാം സംഭവിച്ചു. ഇനി വേണ്ടതിനെ ഒന്ന് പറഞ്ഞു തരണം. സ്ത്രീജാതകങ്ങൾ 10-30 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. ഊണ് കഴിഞ്ഞ് ഇതെല്ലാം ഒന്ന് പരിശോധിച്ച് ഇതിൽ വല്ലതും കൊള്ളാവുന്നതുണ്ടെങ്കിൽ നിശ്ചയിച്ചു പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. ഉടനെ മൂത്തത്, എനിക്ക് പരിശോധിക്കാനും ആലോചിക്കാനൊന്നുമില്ല. വല്ലതും മനസ്സിൽ തോന്നിയാൽ അത് പറയുക എന്നതേയുള്ളൂ. ഈശ്വര കാരുണ്യം കൊണ്ടും ഗുരു കടാക്ഷം കൊണ്ടും പറഞ്ഞാൽ അധികം തെറ്റാറുമില്ല. അതിനാൽ ഇതും ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം. ആ ജാതകക്കെട്ടിൽ നിന്നും 2 എണ്ണം മാറ്റിയിട്ട് മൂന്നാമതിരിക്കുന്ന ജാതകം കാർത്തിക നക്ഷത്രം ജനിച്ച ഒരു കന്യകയുടേതായിരിക്കും. അതങ്ങേക്ക് ചേരും. ആ കന്യകയെ വിവാഹം കഴിച്ചോളൂ, ദോഷം വരികയില്ല. ആ ഭാര്യയിൽ അങ്ങേക്ക് 2 ഉണ്ണികളും ഒരു പെൺകിടാവും ഉണ്ടാകും. 4ാമത്തെ ഗർഭം അലസിപ്പോകും. പിന്നെ ആ അന്തർജനം പ്രസവിക്കുകയുമില്ല. ഇതിലധികമൊന്നും ഇപ്പോൾ അറിയണമെന്നില്ലല്ലോ. ഇനി പോകുന്നെങ്കിൽ പോകാം, ഇരിക്കുന്നെങ്കിൽ ഇവിടെ ഇരിക്കാം. ഞാൻ ഊണ് കഴിച്ച് വേഗം വരാം എന്ന് പറഞ്ഞു. പോറ്റി പിന്നെ അവിടെ താമസിച്ചില്ല. അപ്പോൾ തന്നെ സസന്തോഷം യാത്ര പറഞ്ഞു പോയി. മൂത്തത് ഉണ്ണാനായി അകത്തേക്കും പോയി. പോറ്റി പോയി മൂത്തത് പറഞ്ഞ കന്യകയെ തന്നെ വിവാഹം കഴിക്കുകയും 2 ഉണ്ണികളും ഒരു പെൺകിടാവും ഉണ്ടാവുകയും അന്തർജനത്തിൻ്റെ 4ാമത്തെ ഗർഭം അലസുകയും ചെയ്തു. ഇത്രയും കഴിഞ്ഞപ്പോൾ പോറ്റിക്ക് മൂത്തതിനെക്കുറിച്ചുള്ള ബഹുമാനവും സന്തോഷവും സഹിക്കവയ്യാതെയായി. പിന്നെ അദ്ദേഹം കേമമായിട്ട് ഒരു സദ്യയ്ക്ക് വേണ്ടുന്ന വട്ടങ്ങളും കൂട്ടി വളരെ മുണ്ടുകളും പുടവകളും പണവും ഒക്കെ കൊണ്ട് കിടാങ്ങളോടുകൂടി ആറന്മുള മൂത്തതിൻ്റെ ഇല്ലത്ത് ചെന്നു. അന്ന് തന്നെ അദ്ദേഹം കിടാങ്ങളെയൊക്കെ അമ്പലത്തിൽ കൊണ്ടുപോയി തൊഴിക്കുകയും താൻ തൊഴുകയും വളരെ വഴിപാടുകൾ കഴിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം മൂത്തതിനെ സൽക്കരിക്കുന്നതിനായി ഇല്ലത്ത് വെച്ച് അതികേമമായി ഒരു സദ്യ നടത്തുകയും മൂത്തതിനും ഇല്ലത്തുള്ള സകലർക്കും ആബാലവൃദ്ധം, ബാല്യക്കാർ, അച്ചുമാർ മുതലായവർക്ക് വരെ ഓണപ്പുടവ കൊടുക്കുകയും മറ്റും ചെയ്ത് മൂത്തതിനെ വളരെ സന്തോഷിപ്പിച്ചു പോരുകയും ചെയ്തു. ഇപ്രകാരം ദൂതലക്ഷണജ്ഞന്മാരായ മഹാത്മാർ മുൻകാലങ്ങളിൽ കേരളത്തിൽ വളരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയുള്ളവർ എങ്ങുമുള്ളതായി കേൾക്കുന്നത് പോലുമില്ല. ദൂതലക്ഷണജ്ഞയുടെ മഹാത്മ്യം എത്രമാത്രമുണ്ടെന്ന് മേൽ പറഞ്ഞിട്ടുള്ള ഐതിഹ്യങ്ങൾ കൊണ്ട് സ്പഷ്ടമാകുന്നുണ്ടല്ലോ.
ദൂതലക്ഷണജ്ഞന്മാർക്ക് ലക്ഷണം പറയുന്നതിന് പരലും പലകയും ഒന്നും ആവശ്യമില്ല. അവർ ദൂതന്മാരുടെ വാക്കും ഭാവവും നിലയും ചേഷ്ടകളും സമയവും മറ്റും നോക്കി മാത്രമാണ് ഫലങ്ങൾ പറയുന്നത്. അതിനാൽ ദൂതലക്ഷണം വളരെ അത്ഭുതകരവും സൗകര്യമുള്ളതുമാണെന്ന് വിശേഷിച്ച് പറയണമെന്നില്ലല്ലോ. കുമാരനെല്ലൂർക്കടുത്ത് നെട്ടാശ്ശേരി എന്ന ദിക്കിൽ പുന്നയിൽ എന്നൊരു ശൂദ്രഭവനം ഇപ്പോഴുമുണ്ട്. ആ വീട്ടിൽ മഹാവിദ്വാനും പ്രസിദ്ധ ജ്യോത്സ്യനുമായിട്ട് ഒരാൾ മുമ്പൊരിക്കലുണ്ടായിരുന്നു. ആ തറവാട്ടേക്ക് പണിക്കർ സ്ഥാനമുള്ളതിനാൽ അവിടെയുള്ള പുരുഷന്മാരെ പണിക്കന്മാരെന്നാണ് പറയുക പതിവ്. അതിനാൽ നമ്മുടെ കഥാനായകനായ ജ്യോത്സ്യനെയും പുന്നയിൽ പണിക്കരെന്നാണ് പറഞ്ഞു വന്നിരുന്നത്. കുമാരനെല്ലൂർ ഗ്രാമത്തിലുള്ള ഒരു നമ്പൂരി തൻ്റെ പുത്രനെ ഉപനയിക്കുന്നതിന് ഒരു മുഹൂർത്തം പറഞ്ഞു കൊടുക്കണമെന്ന് പല ജ്യോത്സ്യന്മാരോടും ആവശ്യപ്പെട്ടിട്ടും ആരും മുഹൂർത്തം പറഞ്ഞു കൊടുത്തില്ല. അക്കാലത്ത് തെക്കുംകൂറിൽ ഉൾപ്പെട്ട ചില തമ്പുരാക്കന്മാർ, വട്ടപ്പള്ളി, ശംഖുമൂത്തത് മുതലായി ആ ദിക്കുകളിൽ തന്നെ പല ജ്യോത്സ്യന്മാരുണ്ടായിരുന്നു. അവരെല്ലാം നോക്കിയിട്ടും ആ കൊല്ലത്തിൽ ആ ഉണ്ണിയെ ഉപനയിക്കാൻ കൊള്ളാവുന്ന മുഹൂർത്തം ഇല്ലെന്ന് പറയുക കൊണ്ടും ഉണ്ണിയെ ഉപനയിക്കുന്നതിനുള്ള കാലമായിരുന്നതുകൊണ്ടും നമ്പൂരി ഒടുക്കം പുന്നയിൽ പണിക്കരുടെ അടുക്കൽ ചെന്ന് ഒരു മുഹൂർത്തം ഉണ്ടാക്കി കൊടുക്കണമെന്ന് അപേക്ഷിച്ചു. പണിക്കർ ഉടനെ ഒരു പ്രയാസവും സംശയവും കൂടാതെ ഒരു മുഹൂർത്തം ചാർത്തി കൊടുക്കുകയും ചെയ്തു. നമ്പൂരി ആ മുഹൂർത്ത ചാർത്തും കൊണ്ട് തെക്കുംകൂർ തമ്പുരാക്കന്മാർ മുതലായവരുടെ അടുക്കൽ ചെന്ന്, നിങ്ങളൊക്കെ മുഹൂർത്തമില്ലെന്ന് പറഞ്ഞുവെങ്കിലും പുന്നയിൽ പണിക്കർ ഒരു മുഹൂർത്തമുണ്ടാക്കി തന്നു എന്ന് പറഞ്ഞു. ഉടനെ അവർ, അതുവോ, എന്നാൽ ആ ചാർത്തൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് അവർ ആ ചാർത്ത് വാങ്ങി നോക്കി. അപ്പോൾ പണിക്കർ ചാർത്തിക്കൊടുത്തിരുന്ന മുഹൂർത്തം ഉപനയിക്കാനുള്ള ഉണ്ണിയുടെ അഷ്ടമരാശിക്കൂറ് സമയത്തായിരുന്നതിനാൽ തമ്പുരാൻ ആളയച്ചു പണിക്കരെ അവിടെ വരുത്തി. പണിക്കർ അന്നുണ്ടായിരുന്ന ജ്യോത്സ്യന്മാരെ എല്ലാവരെയും ഓരോ വിധത്തിൽ ജയിച്ചിരുന്നതിനാൽ എല്ലാവർക്കും പണിക്കരുടെ പേരിൽ കിടമത്സരവും അസൂയയും ഉണ്ടായിരുന്നു. അതിനാൽ ഈ അവസരത്തിൽ പണിക്കരെ ഒന്ന് കളിയാക്കണമെന്ന് നിശ്ചയിച്ചുകൊണ്ട് ശംഖുമൂത്തത് മുതലായവരും അവിടെ കൂടി. എല്ലാവരും വന്നപ്പോഴേക്കും പണിക്കരും വന്നു ചേർന്നു. ഉടനെ എല്ലാവരും കൂടി, അഷ്ടമരാശിക്കൂറ് സമയത്ത് ഉപനയനം കഴിക്കാമെന്ന് ഏത് പ്രമാണത്തിലാണുള്ളത് എന്ന് പണിക്കരോട് ചോദ്യമായി. അപ്പോൾ പണിക്കർ, അഷ്ടമരാശിക്കൂറ് മുഹൂർത്തങ്ങൾക്ക് വർജ്യമെന്നാണ് പ്രമാണം. എങ്കിലും ഈ ഉണ്ണിയെ ഇക്കൊല്ലം തന്നെ ഉപനയിക്കാഞ്ഞാൽ വേറെ തരക്കേട് വരാനുള്ളത് കൊണ്ടും ഇക്കൊല്ലത്തിൽ ഉപനയനത്തിന് ഈയൊരു മുഹൂർത്തമല്ലാതെ ഇല്ലാത്തതുകൊണ്ടും ഇങ്ങനെ ചാർത്തി കൊടുത്തതാണ് എന്ന് പറഞ്ഞു. ഉടനെ മറ്റുള്ളവർ, ഈ ഉണ്ണിയെ ഇക്കൊല്ലത്തിൽ തന്നെ ഉപനയിച്ചില്ലെങ്കിൽ എന്തു തരക്കേടാണ് വരാനുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ പണിക്കർ, അടുത്ത കൊല്ലത്തിൽ ഉണ്ണിക്ക് അമ്മ മരിച്ച ദീക്ഷയായിരിക്കും. പിന്നത്തെ കൊല്ലത്തിൽ ഉപനയനത്തിന് മുഹൂർത്തം തന്നെയില്ല. അതിൻ്റെ പിന്നത്തെ കൊല്ലത്തിൽ ഉണ്ണിയുടെ അച്ഛൻ മരിച്ച് ആ ദീക്ഷയുമായിരിക്കും. ദീക്ഷക്കാലത്ത് ഉപനയനം പാടില്ലല്ലോ. അങ്ങനെ 3 കൊല്ലം കഴിയുമ്പോൾ ഉപനയനത്തിൻ്റെ കാലവും കഴിയും. കാലം കഴിയുന്നതിന് മുമ്പ് ഉപനയിക്കാഞ്ഞാൽ ഉണ്ണി ബ്രാഹ്മണാചാരപ്രകാരം ഭ്രഷ്ടനായി പോവുകയും ചെയ്യുമല്ലോ. അതിൽ ഭേദം അഷ്ടമരാശിക്കൂറ് സമയത്ത് ഉപനയിക്കുന്നതല്ലയോ എന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ വരുമെങ്കിൽ ഈ മുഹൂർത്തത്തിന് തന്നെ ഉപനയിക്കുകയാണ് വേണ്ടത് എന്നെല്ലാവരും സമ്മതിക്കുകയും ഉണ്ണിയെ ആ മുഹൂർത്തത്തിന് തന്നെ ഉപനയിക്കുകയും പണിക്കർ പറഞ്ഞിരുന്നത് പോലെ ആ കൊല്ലങ്ങളിൽ ഉണ്ണിയുടെ മാതാപിതാക്കന്മാർ മരിക്കുകയും ചെയ്തു. അക്കാലം മുതൽ മറ്റുള്ള ജ്യോത്സ്യന്മാർക്ക് പണിക്കരോടുള്ള മത്സരവും അസൂയയും അസ്തമിക്കുകയും എല്ലാവർക്കും പൂർവാധികം ബഹുമാനം ഉദിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ഈ കഥ കേട്ടിട്ട് എന്തെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം കേട്ടോ. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കാത്തവർക്ക് ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു കഥയുമായിട്ട് നാളെ വീണ്ടും കാണാം.